സോ നോക്കിയേ, നമ്മുടെ ഇനി ടേമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ് ഇത്. ദ ഗ്രെയിൻ ഈസ് ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് അല്ലേ. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഒരു സ്പീച്ച് വരും അല്ലേ. ഇവിടെ നോക്ക്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ഹിയർ? ദ കിങ് ഡിസൈഡഡ്. ആരെ തീരുമാനിച്ചത്? രാജാവ്. ദ കിങ് ഡിസൈഡഡ് ടു ഓണർ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹം എന്ത് വിചാരിച്ചു? രാജാവ് വിചാരിച്ചു നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യണം? ഒന്ന് അനുമോദിക്കണം, ഒന്ന് ആദരിക്കണം. He organized a function to felicitate him. The great grandfather made a speech about the difference between the lifestyle and the methods of farming during his own time and that of the present generation. What would be the likely speech made by the great grandfather? Write the speech using the hints given in the box. എന്താ പറയുന്നത്? രാജാവ് ഇവിടെ തീരുമാനിക്കുകയാണ് നമ്മുടെ മുതുമുത്തശ്ശൻ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യണം? ഒന്ന് ആദരിക്കണം. ആദരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് പ്രസംഗം പറയാൻ പറയും. എങ്ങനെയായിരുന്നു ഇദ്ദേഹം ജീവിക്കുന്ന സ്ഥലത്തുള്ള കൃഷി, അന്നത്തെ കൃഷി രീതി, അന്നത്തെ ആളുകൾ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യും? നമ്മുടെ രാജാവ് പറയും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഉത്തരം എഴുതേണ്ടത്. നോക്ക്, നമ്മൾ ഈ സ്പീച്ച് എഴുതുന്ന സമയത്ത് 3 കാര്യം നമ്മൾ ഓർക്കണം. 3 റൂൾസ്. ഓക്കെ, അതിന് ഫോമാറ്റ് ഫസ്റ്റ് വൺ എന്താണ്? ഇൻട്രോ ആണ്. ഇൻട്രോ എന്താണ്? വളരെ അറ്റൻറ്റീവ് ആയിരിക്കണം, നല്ലൊരു അറ്റൻഷൻ ഗെറ്റർ ആയിരിക്കണം, നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം തുടക്കത്തിൽ. നെക്സ്റ്റ് ബോഡി. എന്താണ് ബോഡി ഓഫ് ദ സ്പീച്ച്? ഡിസ്കസ് ദ മെയിൻ ഐഡിയാസ്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്കസ് ചെയ്യും. കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്നത് അവസാനം. എങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക? സം അപ്പ് ഓൾ യുവർ കീ പോയിന്റ്സ്. നമ്മൾ അതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സ് എന്ത് ചെയ്യുക? ഒന്ന് ചുരുക്കി പറയാം. നെക്സ്റ്റ് ഗിവ് എ ഗുഡ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. നല്ലൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. നൗ നോക്കിയേ, ഇവിടെ ഇൻട്രോ എങ്ങനെ പറയുന്നത്? ഓണറബിൾ ഈസ് ഹൈനസ് ആൻഡ് Honorable His Highness the King and the courtiers. Honorable His Highness the King and the courtiers. I am very happy that the court has organized a function to honor me. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കോടതി എന്താണ്? ഈ രാജാവ് എന്താണ് കൊട്ടാരത്തിൽ എന്നെ വിളിച്ച് എന്നെ ഇങ്ങനെ ആദരിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ഫോർ എ പേഴ്സൺ ലൈക്ക് മീ. എന്നെ പോലൊരു കർഷകനെ സംബന്ധിച്ച് ഇതെന്താണ്? വലിയൊരു ഭാഗ്യമാണ്. എന്നെ പോലെ സാധാരണ കർഷകനെ, എസ്പെഷ്യലി ഞാനിപ്പം ജോലി ചെയ്യുന്നില്ല, ഞാൻ വിശ്രമിക്കുകയാണ്, എന്നെ പോലെ കർഷകനെ, പ്രായം ചെന്നൊരു കർഷകരെ ആദരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഐ ആം വെരി ഹാപ്പി ടു ഷെയർ വിത്ത് യു അബൌട്ട് അവർ ലൈഫ് സ്റ്റൈൽ വി ഹാഡ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് അഗോ. ഇത് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. വാട്ട് ഐ ആം ഗോയിങ് ടു സേ, the life how we had, നമ്മൾ ജീവിച്ച ഒരു രീതി. എപ്പോ? years and years ago, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ജീവിച്ച ഒരു ജീവിത രീതി എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോവാണ്. ഇൻ our time, നമ്മുടെ സമയത്ത്, ഇൻ our time, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് my grandfather and I lived by our own labor. അന്ന് നമ്മളൊക്കെ എന്താ? നമുക്ക് നമ്മുടെ തന്നെ തൊഴിലുണ്ടായിരുന്നു. നമ്മൾ പുറത്തു പോയി ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. We had our own land. We were farmers. നമ്മൾ കർഷകരായിരുന്നു. No one coveted what others had produced. ഒരാളും എന്തില്ല മറ്റൊരാൾ എന്താണ് ഉണ്ടാക്കുന്നത്, മറ്റൊരാൾ എന്താണ് ചെയ്യുന്നത്, മറ്റൊരാളുടെ കൃഷി എന്താണ്, ആ കൃഷി എന്താന്ന് നോക്കാനോ, കൃഷി എന്താന്ന് തട്ടിപ്പറിക്കാനോ, ചീറ്റ് ചെയ്യാനോ, പറ്റിക്കാനോ ഒന്നും ആരുമില്ല. We used natural methods of cultivation. നമ്മളോ natural methods of cultivation. കൃഷിക്ക് ശരിക്കുള്ള രീതി, ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡും ഇല്ലാതെ നേച്ചുറൽ, പ്രകൃതിദത്തമായ രീതിയാണ് എന്ത് ചെയ്തത്? നമ്മൾ ഉപയോഗിച്ചത്. പീപ്പിൾ were not selfish. ആളുകൾ എന്തായിരുന്നില്ല? സെൽഫിഷ് ആയിരുന്നില്ല. ആൻഡ് സെൽഫ് സെൻറ്റേർഡ്. സ്വന്തം കാര്യം സിന്ദാബാദ് അതല്ലായിരുന്നു. സെൽഫ് സെൻറ്റേർഡ് പറഞ്ഞതാ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കാം, അമ്മയുടെ കാര്യം മാത്രം നോക്കാം. ഇപ്പൊ എന്താ പറയുന്നത്? we were not self-centered. We were good farmers. We helped each other. We were not selfish and also we were not self-centered. We were very happier and healthier than the present generation. Present generationേക്കാൾ നമ്മൾ എന്താണ്? We were happier and healthier. പക്ഷേ ഇൻ പ്രസന്റ് ഡേയ്സ്, ഇനി അയാൾ എന്താ പറയുന്നത്? നമ്മുടെ മുതുമുത്തശ്ശൻ, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാണ്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ കർഷകർ, ആളുകൾ എങ്ങനെയാണ്? ബട്ട് ഇൻ ദ പ്രസന്റ് ഡേയ്സ് എന്താ പറയുന്നത്? പീപ്പിൾ ലിവ് ബൈ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ എന്താണ്? ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ദേ ആർ വെരി ജെലസ് ആൻഡ് ഗ്രീഡി. എന്താണ്? ഭയങ്കര ജെലസ് ആണ്.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജലസാണ്, ഗ്രീഡിയാണ്, അത്യാഗ്രഹിയാണ്. നൗ ഫാമേഴ്സ് വാണ്ട് മോർ പ്രോഫിറ്റ് ഓൺലി. എന്ത് വേണം ഫാമേഴ്സിന്? അധിക പ്രോഫിറ്റ് മാത്രം മതി. ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മോട്ടീവ്. ഇത് മാത്രമാണ് എന്ത് അവരുടെ മോട്ടീവ്. സോ ദേ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഫോർ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ്. നോക്കിയേ, so they use artificial methods for cultivation which leads to deadly disease. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പല ടെക്നോളജിയും പല രീതികളും എന്താണ്? അതെന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് അസുഖമുണ്ടാക്കും, ആളുകളുടെ രോഗികളാക്കുന്ന രീതിയിലുള്ള കൃഷി രീതിയാണ് ഇന്ന് എന്ത് ചെയ്തത് നടക്കുന്നത്. ആളുകളെ അസുഖം വരുന്ന രോഗികളാക്കുന്ന പെസ്റ്റിസൈഡ്സ്, വളങ്ങളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്നിട്ട് ബിഫോർ ഐ കൺക്ലൂഡ്, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ്, ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദ കിങ്. രാജാവിനോട് എന്തുണ്ട്? എനിക്കൊരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ടു പ്രൊമോട്ട് നേച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ. എന്താണ് കൾട്ടിവേഷൻ? കൃഷിയുടെ നേച്ചുറൽ മെത്തേഡ്സ് എന്ത് ചെയ്യാൻ? ഉപയോഗിക്കാൻ. ഫോർ ദി സേക്ക് ഓഫ് അവർ പീപ്പിൾ, നമ്മുടെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി. താങ്ക് യു ഓൾ. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട രാജാവ്, എനിക്ക് അങ്ങയോട് ഒരേ ഒരു അപേക്ഷ മാത്രമാണുള്ളത്. എന്താണ്? ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി, ആളുകളുടെ ജീവിതത്തിന് വേണ്ടി, നല്ല ജീവന് വേണ്ടി, നല്ല ആയുസ്സിന് വേണ്ടി, നല്ല ആരോഗ്യത്തിന് വേണ്ടി നല്ല രീതിയിൽ നേച്ചുറൽ കൾട്ടിവേഷൻ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കാം. ഓർഗാനിക് കൾട്ടിവേഷൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും എഴുതിയാൽ നിങ്ങളുടെ സ്പീച്ച് റെഡിയാണ്. സെറ്റല്ലേ? ബൈ.